നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട്, അല്ലേ? എന്നാൽ ആ തർക്കങ്ങളെ സമീപിക്കുന്ന രീതി തന്നെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വിദഗ്ധൻ, നമ്മളിൽ എത്ര പേർക്ക് ഈയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഒരു വാക്കുതർക്കം കഴിഞ്ഞു പോരുമ്പോൾ അയ്യോ ഇങ്ങനെ ആയിരുന്നല്ലോ പറയേണ്ടിയിരുന്നത് എന്ന് തോന്നിയിട്ടില്ലേ? ആ ഒരു നിരാശ, അത് നമുക്ക് മാറ്റിയെടുക്കാം. അതെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന പോയിന്റ്. ഒരു തർക്കത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്താണ് ശരിയെന്ന് സ്ഥാപിക്കൽ മാത്രമല്ല, അതിനേക്കാളും ഉപരി എങ്ങനെ ബുദ്ധിപരമായി സംസാരിച്ച് നമുക്ക് വേണ്ട കാര്യം നേടിയെടുക്കാമെന്നതാണ് പ്രധാനം. കൊള്ളാം, കേൾക്കാൻ നല്ല ആകാംക്ഷയുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ പരീക്ഷിച്ചു വിജയിച്ച കിടിലൻ രീതികൾ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സംഭാഷണത്തിലെ ജൂഡോ നീക്കങ്ങൾ എന്നു പറയാവുന്ന 2 ടെക്നിക്കുകളാണ്. അതായത് എതിരാളിയുടെ ശക്തിയെ അവർക്ക് നേരെ തന്നെ തിരിച്ചുവിട്ട് അവരെ നിരായുധരാക്കുന്ന ചില തന്ത്രങ്ങൾ. വിദഗ്ധൻ, ഇതിലെ സൈക്കോളജി വളരെ സിമ്പിളാണ്. ഒരാൾ നമ്മളോട് തർക്കിക്കാൻ വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു തിരിച്ചടിയാണ്. പക്ഷേ നമ്മൾ അവരുടെ ഏതെങ്കിലും ഒരു ചെറിയ പോയിന്റിനോട് അത് ശരിയാണ് എന്ന് പറയുമ്പോൾ അവർ ശരിക്കുമൊന്ന് ഞെട്ടും. അതോടെ നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാവും. 1 മിനിറ്റ്, അതെങ്ങനെ ശരിയാകും? നമ്മളെ എതിർക്കുന്ന ഒരാളുടെ പോയിന്റിനോട് യോജിച്ചാൽ നമ്മൾ തോൽവി സമ്മതിക്കുന്നതുപോലെ ആകില്ലേ? തീർച്ചയായും. നിങ്ങൾ മറ്റൊരാളുടെ വാദത്തിലെ ചെറിയൊരു ശരിയെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടിൽ അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ട് എന്നാണ് അതിനർത്ഥം. ഇത് കാണുമ്പോൾ തന്നെ അവരുടെ പ്രതിരോധം കുറയും. ഓക്കെ, ഇതാണ് അടുത്ത തന്ത്രം. ഇവിടെ നമ്മൾ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നേരിട്ട് പറയുന്നില്ല. പകരം നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ വാദത്തിലെ പ്രശ്നം അവരെക്കൊണ്ട് തന്നെ കണ്ടുപിടിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പണി മുഴുവൻ അവരെടുക്കും, ജയം നമുക്കും. ഇതിനൊരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഈ സ്ലൈഡിലെ ചോദ്യം നോക്കൂ. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ചോദ്യമാണ്. പക്ഷേ ഇത് കേൾക്കുന്നയാൾക്ക് അല്ല, മറ്റ് കഴിവുകളും പ്രധാനമാണ് എന്ന് സമ്മതിക്കേണ്ടിവരും. അപ്പോൾ അവർ സ്വന്തം വാദത്തെ തന്നെ ദുർബലപ്പെടുത്തുകയാണ്. അതൊരു കെണിയാണ്. ശരി, ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു തർക്കത്തിന്റെ ഗതി തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. വിദഗ്ധൻ, ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. നിങ്ങൾ പറയുന്നത് വിഡിത്തമാണ് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ ആക്രമണമായി. പിന്നെ അവിടെ സംസാരമില്ല, യുദ്ധമേയുള്ളൂ. എന്നാൽ ഈ പറയുന്ന ലോജിക് എനിക്ക് ദഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രശ്നത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്, വ്യക്തിയെയല്ല. അതൊരു സംഭാഷണത്തിന് വഴിവെക്കും. ഇതുപോലെ വേറെയും മാന്ത്രിക വാക്കുകളുണ്ടോ? ഉണ്ട്. ഉദാഹരണത്തിന്, വ്യക്തമായും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് ഒരു പൊതുസത്യമായാണ് തോന്നുക. അതിനെ എതിർക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡായ തന്ത്രങ്ങളിലേക്കാണ് കടക്കുന്നത്. അതായത് ഒരു സംഭാഷണത്തിൽ നമ്മുടെ ആധിപത്യം ഉറപ്പിക്കാനും നമ്മുടെ വാദങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാനും സഹായിക്കുന്ന ചില രീതികൾ. വിദഗ്ധൻ, ഇതിന്റെ പിന്നിലെ സൈക്കോളജി ഇതാണ്. നിങ്ങൾ ഒരുപാട് കണക്കുകളും വസ്തുതകളും ഒന്നിനു പുറകെ ഒന്നായി പറയുമ്പോൾ എതിരാളിക്ക് അതൊന്നും പ്രോസസ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ അവർക്ക് തോന്നും ഇയാൾക്ക് ഇത്രയധികം അറിയാമെങ്കിൽ ഇയാൾ പറയുന്നതായിരിക്കും ശരി എന്ന്. പഠിതാവേ, ഇത് പ്രായോഗികമായി എങ്ങനെയാണ് ഉപയോഗിക്കുക? നിങ്ങൾ പറയുന്ന ഓരോ കണക്കും ആ നിമിഷം അവർക്ക് പോയി പരിശോധിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ നമ്മൾ കള്ളം പറയുകയല്ല, മറിച്ച് ഈ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. വിവരങ്ങളുടെ ഒരു പ്രളയത്തിൽപ്പെട്ടതുപോലെ അവർക്ക് തോന്നും. ഇത് വളരെ ലളിതമാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. നമ്മുടെ തലച്ചോറിന് 3 എന്ന സംഖ്യയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. 3 കാരണങ്ങൾ, 3 ഉദാഹരണങ്ങൾ. ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു പൂർണ്ണതയും വിശ്വാസ്യതയും തോന്നും. വിദഗ്ധൻ, ഒരു കാര്യം എതിർക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് വെറുതെ പറയുന്നതിന് പകരം ഇതുപോലെ 3 കാരണങ്ങൾ നിരത്തുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളുടെ വാദത്തിന് നല്ല കഴമ്പുണ്ടെന്നും അവർക്ക് തോന്നും. ഓക്കെ, ഇനി നമ്മൾ ഫൈനൽ വെപ്പണിലേക്കാണ് വരുന്നത്. ഇതാണ് ഏറ്റവും ശക്തമായ തന്ത്രം. ഇതുപയോഗിക്കാൻ നല്ല കഴിവ് വേണം. പക്ഷെ ശരിയായ സമയത്ത് പ്രയോഗിച്ചാൽ ആ തർക്കം അവിടെ തീരും. കൊള്ളാം, കേട്ടിട്ട് ഗംഭീരമായി തോന്നുന്നുണ്ടല്ലോ. എന്താണ് അൾട്ടിമേറ്റ് വെപ്പൺ? ഇവിടെ ടൈമിംഗ് ആണ് എല്ലാം. വളരെ കൃത്യമായ ഒരു നിമിഷത്തിൽ വേണം ഇത് പ്രയോഗിക്കാൻ. വിദഗ്ധൻ, ഈ മറുപടിയുടെ ഒരു പവർ നോക്കൂ. ഇത് അവരുടെ വാദത്തെയല്ല ആക്രമിക്കുന്നത്, മറിച്ച് അത് പറയാനുള്ള അവരുടെ യോഗ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിന് മറുപടി പറയാൻ അവർ ശരിക്കും പാടുപെടും. കണ്ടില്ലേ, ഈ ചോദ്യങ്ങൾക്കൊന്നും എളുപ്പത്തിൽ മറുപടിയില്ല. ഇവയൊന്നും അവരെ കളിയാക്കുന്നവയല്ല, മറിച്ച്
വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ്. അതോടെ അവർക്ക് പറയാനൊന്നും ഉണ്ടാവില്ല. ഗെയിം ഓവർ. അപ്പോ നമ്മൾ 6 തന്ത്രങ്ങൾ പഠിച്ചു. ഇതിലെ യഥാർത്ഥ കഴിവ് എന്നത് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കുന്നതിലല്ല, മറിച്ച് ഇവയെല്ലാം സാഹചര്യത്തിനനുസരിച്ച് ഒരുമിച്ചുപയോഗിക്കുന്നതിലാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ചുപയോഗിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കാം. ആദ്യം എഗ്രിമെന്റ് ട്രിക്ക് ഉപയോഗിച്ച് അവരെ ഒന്ന് മയപ്പെടുത്തുക. എന്നിട്ട് മാന്ത്രിക സംഖ്യ 3 വെച്ച് നിങ്ങളുടെ പോയിന്റ്സ് പറയുക. അവർ എതിർക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ ബോംബ്. അവസാനം കളി ഫിനിഷ് ചെയ്യാൻ കോൺവെർസേഷൻ കില്ലറും. അപ്പോ ഈ ടൂൾസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. വെറുതെ കേട്ടിട്ട് പോയാൽ പോരാ. ഇത് ഉപയോഗിച്ച് പരിശീലിക്കണം. ഇതിലേതെങ്കിലും ഒരു രീതി തെരഞ്ഞെടുത്ത് നിങ്ങളുടെ അടുത്ത സംഭാഷണത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. പതിയെ പതിയെ നിങ്ങളിതിൽ മാസ്റ്ററാകും. നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും.